ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ചു നാൾ മുമ്പ് കപ്പിൾ കൗൺസിലിംഗിന് വരുന്ന ഒരു ദമ്പതികളിൽ ഫീമെയിൽ കപ്പിൾ എന്നോട് ചോദിച്ചു, എപ്പോഴാണ് മാഡം സെക്സിന് പറ്റിയ സമയം എന്ന്. ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ടാണ് നേരിടുന്നത്. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലും ഇങ്ങനെ ഒരു ചോദ്യം വരണമെന്നില്ല. എന്നാൽ ചിലർക്കെങ്കിലും ഈ ഒരു സംശയം ഉണ്ടായിരിക്കാം. ആ ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ, ആ ഒരു ചോദ്യമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സെക്സിന് പറ്റിയ സമയം ഏതാണ് എന്നതിനെ കുറിച്ചാണ്. സംസാരിക്കുന്നത് കപ്പിൾസിനിടയിലുള്ള സെക്സിന്റെ സമയത്തെ കുറിച്ചാണ്. ഇപ്പം വീട്ടു ജോലികളിലാണെങ്കിലും ഓഫീസ് ജോലികളിലാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകള്, കപ്പിൾസ്, അവര് സെക്സിന് വേണ്ടി ഒരു പ്രത്യേക സമയം തന്നെ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പലരിൽ നിന്നുള്ള അറിവുകൾ വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അതേപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും വിവിധ സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്ന ആളുകൾ, അവർ ആഴ്ചക്ക് 1-2 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു 3-4 ദിവസം മാത്രമാണ് വീട്ടിലെത്തി ഒന്നിച്ചു കൂടുന്നതെങ്കിൽ അവരും സെക്സിന് വേണ്ടി ഒരു പ്രത്യേക സമയം തന്നെ മാറ്റിവെച്ചിട്ടുണ്ടാകും. കപ്പിൾസിനിടയിലെ രണ്ടുപേരുടെയും സമ്മതപ്രകാരമുള്ള സെക്സ് അവരുടെ ശാരീരികമായ ആരോഗ്യത്തെയും മാനസികമായിട്ടുള്ള ആരോഗ്യത്തെയും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അവരുടെ ശാരീരിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും മാനസികമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും സെക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കപ്പിൾസിനിടയിൽ ശാരീരികമായ സംതൃപ്തിയും മാനസികമായ ഇന്റിമസിയെയും ശക്തിപ്പെടുത്തുന്നതിന് സെക്സിന് നല്ല പങ്കുണ്ട്. സെക്സിന് പറ്റിയ സമയത്തെക്കുറിച്ച് സമയം നിശ്ചയിക്കുന്നതിന് പല ഘടകങ്ങളുമുണ്ട്. സെക്സിന് പറ്റിയ സമയത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത് പ്രകാരം ഹോർമോണിന്റെ നിലകൾ, സിർക്കാഡിയം റിതം, ദൈനംദിന ജൈവിക ഘടന, സെക്ഷൽ ഡിസയർ, ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹം, ഇതെല്ലാം ആശ്രയിച്ചായിരിക്കും. കപ്പിൾസിനിടയിൽ ലൈംഗിക ബന്ധത്തിന് സമയം നോക്കണോ എന്ന് പലരും ചോദിച്ചേക്കാം. അങ്ങനെ നോക്കേണ്ടതൊന്നുമില്ല. ചിലപ്പം സെക്ഷൽ അർജ് ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിനുള്ള സന്ദർഭമോ സമയമോ കിട്ടിയില്ലെന്ന് വരാം. അതല്ലെങ്കിൽ സമയവും സന്ദർഭവും ഉണ്ടാകുമ്പോൾ സെക്ഷൽ അർജ് ഉണ്ടായില്ലെന്നും വരാം. മിക്ക ആളുകളും രാത്രിയിലായിരിക്കാം സെക്സിനുള്ള സമയം കണ്ടെത്തുന്നത്. ചില ആളുകൾ ഉച്ചയൂണിന് ശേഷമാകാം, ചിലർ വൈകുന്നേരമാകാം, ചിലർ അതിരാവിലെയും ഒക്കെ ആവാം. രാത്രി ഭക്ഷണത്തിന് ശേഷമാണ് പലരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ ഇത് നല്ലതല്ലെന്നും അത് നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിലെ സംതൃപ്തിയെയും ലൈംഗിക സുഖത്തെയും ബാധിക്കുമെന്നും ഗാർഡിയനിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നു. രാത്രി ഭക്ഷണത്തിന് ശേഷം ബ്ലഡ് പ്രധാനമായിട്ടും ഒഴുകുന്നത് ദഹന സംവിധാനത്തിലേക്കാണ്. ആ സമയത്ത് ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം വളരെ കുറവായിരിക്കും. ആ സമയത്തുള്ള ലൈംഗിക ബന്ധത്തിൽ ഉത്തേജനം ഉണ്ടാവുകയോ പ്രധാനമായും നല്ലൊരു സംതൃപ്തിയിലേക്ക് എത്തുവാനോ പറ്റാതെ വരുന്നു എന്നാണ് പ്രശസ്ത ലൈംഗികാരോഗ്യ വിദഗ്ധനായ യോൺ പ്രൈസ് എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. രാത്രി ഭക്ഷണത്തിന് ശേഷം ശരീരത്തിലെ ഇൻസുലിൻ, സെറട്ടോണിൻ എന്നീ ഹോർമോണുകളുടെ തോത് കൂടുകയും അതുപ്രകാരം ഊർജം കുറയുകയും ക്ഷീണമുണ്ടാവുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിലെ അടുപ്പത്തെ കുറയ്ക്കാനിടവരുന്നു. ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, രാത്രിയിലാണ് കട്ടിയാരം ഒരുപാട് ആഹാരങ്ങൾ കഴിക്കുകയും കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുന്നു. ഇത് അവരുടെ ദഹനത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കട്ടിയാഹാരം കഴിക്കുമ്പോൾ ദഹനം വളരെ പതുക്കെ നടക്കുകയുള്ളൂ. മാത്രമല്ല, രാത്രി ഭക്ഷണത്തിന് ശേഷം കട്ടിയാഹാരം കഴിക്കുന്നത് മൂലമുണ്ടാവുന്ന വയറ് കമ്പനവും ഗ്യാസുമൊക്കെ നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിന് വളരെ പ്രശ്നമുണ്ടാക്കുകയും അത് ലൈംഗിക ബന്ധം ബോറാക്കുകയും ചെയ്യും.
അതേപോലെ മധ്യവയസ്സെത്തുമ്പോൾ ശരീരത്തിലെ ഈസ്ട്രജന്റെ കുറവും പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്ററോണിന്റെ കുറവുമെല്ലാം ലൈംഗികതയെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. ആ സമയത്ത് അത്തരം ഘട്ടങ്ങളിൽ രാത്രിയിലെ ഭക്ഷണം, ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും ദഹനത്തെ ബാധിക്കുകയും അത് കൂടുതൽ ലൈംഗികപരമായിട്ടുള്ള സംതൃപ്തിയെയും ആസ്വാദനത്തെയും അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. രാത്രിയിലാണ് സെക്ഷൽ ആക്ടിവിറ്റീസിന് സമയം കണ്ടെത്തുന്നത് എങ്കിൽ അത്തരം ആളുകൾ രാത്രിയിലെ ഫുഡ് വളരെ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ ലൈംഗികപരമായിട്ടുള്ള ആസ്വാദനവും സാറ്റിസ്ഫാക്ഷനും അതുമൂലമുണ്ടാവുന്ന ഹാപ്പിനെസ്സും കാംനെസ്സും എല്ലാം അവർക്ക് ലഭിക്കുകയും ചെയ്യും. രാത്രിയിൽ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഹാപ്പിനെസ്സും കാംനെസ്സും സാറ്റിസ്ഫാക്ഷനും ഒക്കെ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഇനി പറ്റിയ സമയം ഏതാണെന്നോ? പുലർച്ചെയാണ് സെക്സിന് പറ്റിയ സമയം. കാരണം പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുന്നത് പുലർച്ചെയും ദിവസത്തിന്റെ ആദ്യ പകുതിയും ഒക്കെയാണ്. ശരീരത്തിൽ ഊർജത്തിന്റെ തോതും ഹോർമോണുകളുടെ അളവും മൂടുമൊക്കെ അതിന്റെ പീക്ക് പോയിന്റിലേക്ക് എത്തുന്നത്. പങ്കാളികൾക്കിടയിൽ ഈ സമയം സെക്സിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പങ്കാളികൾക്കിടയിലുള്ള സ്നേഹവും അടുപ്പവും അവർക്കിടയിൽ സംതൃപ്തിയും ലൈംഗികപരമായിട്ടുള്ള ആസ്വാദനവും ഹാപ്പിനെസ്സും ഒക്കെ കൂടുമെന്നാണ് ലേഖനത്തിൽ. എന്നാൽ രാത്രി മാത്രമേ ലൈംഗിക ബന്ധത്തിന് സമയം കണ്ടെത്താൻ പറ്റുന്നുള്ളൂ എന്നുള്ള ആളുകൾ ലഘുവായിട്ടുള്ള രാത്രി ഭക്ഷണം കഴിക്കുകയും ചുംബനങ്ങളിലൂടെയും മസാജുകളിലൂടെയും ആലിംഗനങ്ങളിലൂടെയും എന്നിവയിലൂടെ മറ്റു നേരങ്ങളിൽ ലൈംഗിക താല്പര്യം നിലനിർത്താൻ സഹായിക്കുക. ദമ്പതികൾക്കിടയിൽ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ തൃപ്തിയെക്കുറിച്ചും അതൃപ്തിയെക്കുറിച്ചും സംസാരിക്കുക. ദിവസവും എക്സസൈസ് ചെയ്യുക. വ്യായാമം ചെയ്യുന്നത് മൂലം ബ്ലഡ് സർക്കുലേഷൻ കൂടുക മാത്രമല്ല ചെയ്യുന്നത്, എൻഡോഫിന്റെ ഉൽപാദനം കൂടുകയും അത് നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള പ്രവർത്തനത്തിന് മാനസികമായും ശാരീരികമായും നിങ്ങളെ പാകപ്പെടുത്തുകയും ചെയ്യുന്നു. സെക്സിന് മുമ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുവാനും അതുവഴി നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുവാനും ലൈംഗികപരമായി നല്ല അച്ചീവ് ചെയ്യുവാനും സാധിക്കും. സെക്സ് ചെയ്യാൻ പറ്റിയ സമയം ദമ്പതികളുടെ ശാരീരികമായിട്ടുള്ള സാഹചര്യം, അവരുടെ ആവശ്യകത, അവരുടെ ജോലി സമയം എന്നിവയൊക്കെ ആശ്രയിച്ചായിരിക്കും. പലരിലും പുലർച്ചെയുള്ള ലൈംഗിക ബന്ധം, സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് ശാരീരികമായി നല്ല ഉണർവും ഊർജവും ഉണ്ടാക്കുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾക്ക് രാത്രിയിൽ മനസ്സമാധാനത്തോടെ സെക്സൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതായിരിക്കും താല്പര്യം. എന്തു തന്നെയായാലും ഭാര്യയുടെയും ഭർത്താവിന്റെയും രണ്ടുപേരുടെയും പൂർണ്ണമായ മനസ്സമ്മതവും സംതൃപ്തിയും ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൽ ആക്ടിവിറ്റീസ് ശരിയായ രീതിയിൽ നടക്കുകയും അതുമൂലം ശരിയായിട്ടുള്ള ഹാപ്പിനെസ്സും എനർജിയും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. എല്ലാറ്റിനും സമയത്തേക്കാൾ ഏറ്റവും പ്രധാനമായത് രണ്ടുപേരുടെയും സമ്മതവും മനസ്സാന്നിധ്യവും നല്ല അറ്റാച്ച്മെന്റും സ്നേഹവും ഒക്കെയാണ്. ടേക്ക് കെയർ.